കരുനാഗപ്പള്ളി സന്തോഷ് കൊലക്കേസിൽ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. ഒളിവിലായിരുന്ന പങ്കജാണ് പിടിയിലായത്. കല്ലമ്പലത്തു നിന്നും കരുനാഗപ്പള്ളി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി ചേർന്നു. ദിലീപ്, അങ്ങനെ പ്രതിയെ പിടികൂടിയല്ലേ? മുഖ്യ സൂത്രധാരനായ പങ്കജിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ജിം സന്തോഷ് വധക്കേസിലെ ഏറ്റവും പ്രധാനിയാണ് ഈ പങ്കജ്. അതായത് നേരത്തെ തന്നെ പങ്കജിനെ ഈ സന്തോഷ് കുത്തിയിരുന്നു. സന്തോഷ് കുത്തിയതിനു ശേഷം ജയിലിൽ പോയി വന്നതിന് ശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. അന്ന് തന്നെ ഈ പങ്കജുമായിട്ടുള്ള ഈ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യങ്ങൾ പോലീസിന് വ്യക്തമായിരുന്നു. തുടർന്നാണ് ഇവർ ഒളിവിൽ പോകുകയും ചെയ്തത്. ഇനി പിടിയിലാകാനുള്ളത് അലുവ അതുലാണ്. ഇപ്പോൾ ഏകദേശം 6 പേരോളം പോലീസിന്റെ പിടിയിലുണ്ട്. ഇതിൽ പ്രധാനിയായത് പങ്കജ് തന്നെയാണ്. പങ്കജിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് തന്നെയാണ് നേരത്തെയും പോലീസിനോട് പിടിയിലായ പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അലുവ അതുൽ, ഇതിന് മുഖ്യമായി കൊലപാതകത്തിൽ പങ്കെടുത്ത അലുവ അതുൽ ഇനിയും പിടിയിലാകാനുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ കല്ലമ്പലത്ത് വെച്ചാണ് ഈ പങ്കജിനെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയിരിക്കുന്നത്. വെങ്കി, ഇതിപ്പോൾ പങ്കജിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അടുത്ത പ്രതികളിലേക്കൊക്കെ കടക്കാനായിരിക്കുമല്ലോ അല്ലെ അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം? ഇദ്ദേഹം ഒളിവിലായിരുന്നല്ലോ, എങ്ങനെയാണ് പിടികൂടിയത്? റോഷ്നി, ഈ പ്രതികൾക്ക് വേണ്ടി സംസ്ഥാനമൊട്ടാകെ പോലീസ് തിരച്ചിൽ നടത്തുകയായിരുന്നു. കാരണം അലുവ അതുൽ ആലുവയിൽ നിന്ന് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു. അങ്ങനെയൊക്കെ പ്രതികൾ പല സ്ഥലങ്ങളിലേക്ക് പോയെന്നുള്ള വിവരം നേരത്തെ തന്നെ പ്രതികൾ ഇങ്ങനെ പോയെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ പോലീസ് ഈ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തി. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പ്രതികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അങ്ങനെ അവരുടെ വീടുകളിലെല്ലാം തന്നെ പരിശോധന നടത്തി. ഇതിനിടയിലാണ് ഇന്ന് കരുനാഗപ്പള്ളി പോലീസ് കല്ലമ്പലത്ത് വെച്ച് ഈ പങ്കജിനെ പിടികൂടുന്നത്. എന്തായാലും പങ്കജിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇനിയുള്ള പ്രതികൾ, മുഖ്യമായുള്ള ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള അലുവ അതുലിനെയാണ് ഇനി പിടികൂടാനുള്ളത്. എന്തായാലും നിർണായകമായ അല്ലെങ്കിൽ പോലീസിന് ഏറ്റവും ആശ്വാസകരമായ പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മുഖ്യ ആസൂത്രിതനാണ് ഈ പിടിയിലായിരിക്കുന്ന പങ്കജിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തുകയടക്കം ചെയ്തതെന്ന് നമുക്കറിയാം. ജിം സന്തോഷിന്റെ വീട്ടിൽ കയറി തോട്ടയെറിഞ്ഞ് കൂടം കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ പ്രതികൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഈ പങ്കജിനെ അല്പസമയത്തിനകം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. റോഷ്നി, ശരി, ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.